ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. അങ്ങനെയൊക്കെ വിചാരിച്ചത്, പക്ഷേ എനിക്ക് ഫുള്ളാക്കാൻ പറ്റിയില്ല. അതായത് ഞാനിങ്ങനെ ഫുൾ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഇന്ന് മുനർക്ക് കുറച്ച് നേരത്തെ പോണേന് മുനർക്ക് ഒരു 6 മണി 6:30 സമയമാകുമ്പത്തിന് പോയിക്കുന്നു. പിന്നെ അമ്മയും ഇവിടെ ഇല്ല. അപ്പം ഞാനും 2 ചെറിയ മക്കളുമാണ്. അതായത് എനിക്ക് 2 ആൺകുട്ടികളാണ്. മൂത്താക്ക് 4 വയസ്സാവുന്നത്, ഇളയാൾക്ക് 1 വയസ്സാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇവർ 2 പേരെയും വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. അതുപോലെ തന്നെ അപ്പോൾ ഞാൻ യൂട്യൂബ് തുടങ്ങിയതുകൊണ്ട് എൻ്റെ കുക്ക് ചെയ്യുന്ന വീഡിയോസ് എടുക്കണം. അപ്പം എനിക്ക് കഴിഞ്ഞില്ല, ഫുൾ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഞാൻ കുറച്ചൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നൂൽപുട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു. കാരണം ഹെമിക്ക് ഭയങ്കര ഇഷ്ടമാണ് നൂൽപുട്ട്. ഹെമി എൻ്റെ മൂത്ത മോനാണ്, അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നൂൽപുട്ട്. പിന്നെ എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം നൂൽപുട്ടാകുമ്പോൾ എനിക്ക് ഭയങ്കര സിമ്പിളാണ്. ഞാൻ ആദ്യം ഇവിടെ ഒറ്റക്കുള്ള സമയത്ത് വേഗം ആക്കുന്നൊരു ഫുഡായിരുന്നു പുട്ട്. ഞാൻ വേഗം പോയി പുട്ടാക്കും, എനിക്കത് ഭയങ്കര സിമ്പിളാണ്. ഇപ്പം ഞാൻ പുട്ടെന്ന് മാറി നൂൽപുട്ടിലേക്ക് അയക്കണം. ഇതും എനിക്ക് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം നൂൽപുട്ടാക്കുക. കാരണം ഹെമി എണീറ്റാൽ എനിക്ക് വലിയ കുഴപ്പമില്ല, പക്ഷേ ഹാസിന് എണീറ്റാൽ ഒന്നിനും എന്നെ സമ്മതിക്കൂല. അതായത് ഇപ്പോൾ ഞാൻ ഓൻ്റെ തൊട്ടടുത്ത് ഇരുന്ന് കൊടുക്കണം. ഇപ്പം ഞാൻ കിച്ചണിൽ താഴത്ത് ഇരുത്തിയാലും എന്ത് ടോയ്സൊക്കെ കൈമിൽ കൊടുത്താലും ഓൻ ഇരിക്കൂല. ഞാൻ തൊട്ടടുത്ത് ആരെങ്കിലും വേണം, അല്ലെങ്കിൽ എന്താ പറയുക, വാക്കറിലിട്ടാലൊന്നും ഇരിക്കൂല. അപ്പം കുക്കിംഗ് ഞാൻ പൊതുവെ ഇവിടെ ഒറ്റക്കുള്ള സമയത്ത് വേഗം കഴിക്കും കേട്ടോ. അപ്പം ഞാൻ ഇന്ന് വേഗം നൂൽപുട്ടാക്കിയിട്ട് ഉച്ചത്തേക്ക് ഒരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കറാമ്പട്ടയില്ലേ, കറാമ്പട്ട കുറച്ച് വലിയ പീസ് വേണം. പിന്നെ കുറച്ച് തോനെ കറാമ്പൂ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഉള്ളി, തക്കാളി, പിന്നെ പച്ചമുളക്, കരിവേപ്പിൻ്റെ ഇല, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പെരുംജീരകത്തിൻ്റെ പൊടിയില്ലേ അത്, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുക. എന്താ പറയുക, നമ്മുടെ മുളക് പൊടിയില്ലേ അത് തീരെ ചേർക്കരുത്. പിന്നെ ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ കുറച്ച് തോനെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, കാരണം ഞാനിത് ചോറിലേക്കാണ് ഉണ്ടാക്കുന്നത്. പത്തിരിയിലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതാ കഴുകി വൃത്തിയാക്കി ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ കറി. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, കാരണം ഒരു വെറൈറ്റി ടേസ്റ്റാണ്, മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചോറിനായതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിങ്ങനെ മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഇടയ്ക്ക് ഈ മൂടി തുറന്നിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ വേഗം കറിയൊക്കെ ആകുമ്പോഴത്തേന് 2 ആൾ എണീറ്റ്. ഞാൻ പറഞ്ഞില്ലേ, ഇവർ എണീക്കുന്നതിന് മുന്നേ ഞാൻ കുക്കിംഗ് കഴിക്കാൻ വിചാരിച്ചപ്പോഴത്തേന് ഇവർ 2 ആൾ എണീറ്റ്. അപ്പം ഹെമിക്ക് ഞാൻ വേഗം നൂൽപുട്ട് കൊടുക്കാൻ വിചാരിച്ച്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നൂൽപുട്ട് ബാക്കി വന്നപ്പോഴില്ലേ അത് നൂഡിൽസ് പോലെ ആക്കിയിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നൂൽപുട്ട് ബാക്കി വരുമ്പോൾ അങ്ങനെ ഒന്ന് ആക്കി നോക്കൂ. ഞാൻ ആക്കുകയാണെങ്കിൽ ആ വീഡിയോ ചെയ്യുന്നുണ്ട് വേറെ തന്നെ. ഞാനിങ്ങനെ നൂഡിൽസ് ആക്കുന്ന മാതിരി വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ട് അതിലേക്ക് സോസും മയോണൈസും പിന്നെ ഈ നൂൽപുട്ടൊക്കെ കട്ട് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞാനിതാ ഹെമിക്ക് എന്തായാലും വേഗം ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കട്ടെ. പിന്നെ നമ്മുടെ കറി ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ തേങ്ങാപ്പാലില്ലേ, നല്ല കട്ടി തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കാരണം ചിക്കൻ വെന്ത് കഴിഞ്ഞെന്ന് ഉറപ്പായാലും മാത്രം ഒഴിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കുറേ നേരം ഇട്ട് എന്താ പറയുക ചൂടാക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. തേങ്ങാപ്പാൽ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി, അപ്പം തന്നെ ഓഫാക്കുക. പിന്നെ ഞാൻ അവസാനം കുറച്ചുകൂടെ എരിവിന് വേണ്ടിയിട്ട് പെപ്പർ പൗഡറും പിന്നെ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ, ഉപ്പോ എന്താ എരിവൊക്കെ വേണമെങ്കിൽ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, അതായത് മക്കൾ 2 ആൾ എണീറ്റ്. ഇനിയിപ്പം ഹാസിക്ക് ഫുഡ് കൊടുക്കാൻ പോവാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അത്ര അങ്ങോട്ട് ഷൂട്ട് ചെയ്തിട്ടില്ല, കാരണം എനിക്ക് കഴിഞ്ഞില്ല. ഇന്ന് ഫുൾ കരച്ചിൽ തന്നെയായിരുന്നു ഇവന്. അപ്പോൾ ഞാൻ അങ്ങനെ ഓവറായിട്ട് ഷൂട്ട് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ഇവർക്ക് ഫുഡ് കൊടുക്കും, ഇവരെ കുളിപ്പിക്കും, പിന്നെ ക്ലീൻ ചെയ്യാണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുമ്പോൾ ഇനി വീഡിയോ കാണിക്കുക. അപ്പോൾ ഇതാ കറി നല്ല അടിപൊളിയായിട്ട് തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റും ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കറിയൊക്കെ സെറ്റാക്കി കഴിഞ്ഞ് മക്കൾക്ക് ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് വേഗം പോയി ഒന്ന് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ ഞാൻ ക്ലീനിങ് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ പോയി കുളിച്ച് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കാൻ പോവുക. അപ്പോഴത്തെ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞാനിതാ എൻ്റെ നിസ്കാരവും എല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പം ഈ ഒരു കറി എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് വീഡിയോ എന്താ ചെയ്യേണ്ടതെന്നുള്ള അഭിപ്രായം കമൻറ്റിലൂടെ പറയാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബായ്.